പത്തനംതിട്ട ഓമല്ലൂരിൽ വീട്ടമ്മയുടെ കാൽ ഓടയുടെ സ്ലാബിനിടയിൽ കുടുങ്ങി അപകടമുണ്ടായി. ഇന്നലെയാണ് അപകടം. സ്കൂട്ടറിൽ നിന്നിറങ്ങവേ ഓമല്ലൂരുകാരി ബീനയുടെ കാലാണ് ഓടയുടെ സ്ലാബിനിടയിൽ കുടുങ്ങിപ്പോയത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീട്ടമ്മയ്ക്ക് നിസ്സാരമായ പരിക്കുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ വി ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട നഗരത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു ഈ ഓമല്ലൂർ സ്വദേശിനിയായ വീട്ടമ്മയായ ബീന. ഡോക്ടറെ കാണുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാല് ഓടയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നു. പൊടുന്നനെ ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും കാല് ഓടയിൽ നിന്ന് പുറത്തേക്ക് വരാത്തൊരു സാഹചര്യമായിരുന്നു. ഏറെ നേരം ഇങ്ങനെ ഇവർ സ്വയം ഇത്തരത്തിലുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ അതിനുശേഷവും കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ഇവരുടെ കാല് ഈ ഓടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, പുറത്തെടുത്തത്. എന്തായാലും നിലവിൽ ഇവരുടെ ആരോഗ്യനിലയെല്ലാം സുരക്ഷിതമാണ്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടാവുന്ന കാര്യമായിരുന്നു. എന്തായാലും മറ്റൊരു തലത്തിൽ ഒഴിവായി പോയിട്ടുണ്ട്. ഈ പത്തനംതിട്ട നഗരത്തിലും മറ്റും വലിയ തോതിൽ പണികളും മറ്റുമായി സ്ലാബും മറ്റും പൊളിച്ചിട്ടിട്ടുണ്ട്. ഈ ജനറൽ ആശുപത്രി പരിസരത്ത് തന്നെ ജനറൽ ആശുപത്രിയുടെ മറ്റും ജോലികൾ നടക്കുന്ന മൂലം വലിയ കുഴപ്പങ്ങളുണ്ട്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒപ്പം ജനങ്ങൾക്ക് സുരക്ഷിതമായി ആശുപത്രിയിലെങ്കിലും എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ കാലേ കുടുങ്ങിയുള്ളൂ. ഈ ഓടയിൽ വീണ് മരണപ്പെടുന്ന സാഹചര്യം വരെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് കൂടി ഒരു സുരക്ഷിതത്വം ഒരുക്കുന്നതിന് വേണ്ടി അധികാരികൾ എന്തായാലും ശ്രദ്ധ പുലർത്തണം. ഫയർഫോഴ്സിന്റെ ഇടപെടൽ മൂലം ഇവർ സുരക്ഷിതയായി മാറ്റി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയാണ് ഇവരെ വീട്ടിലേക്ക് മടക്കിയത്. എസ് കെ എൻ. എ വി ജയശങ്കറാണ് ഓമല്ലൂരിലെ അപകടത്തെക്കുറിച്ച് പറയുന്നത്. വിവരങ്ങൾ